ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. ഇൻ എ വെർട്ടിക്കൽ പൈപ്പ് കൺവേയിങ് ഓഫ് oil of specific gravity 0.8, two pressure gauges have been installed at A and B, where the diameters are 16 cm and 18 cm respectively. A is 2 meter above B. The pressure gauges reading has shown that the pressure at B is greater than A by 0.981 Newton per centimeter square. Neglecting all losses, calculate the rate of flow. If the gauges at A and B are replaced by tubes filled with the same liquid and connected to a U-tube containing mercury, calculate the difference level of a mercury in the limbs of the U-tube. നമ്മളോട് ക്വസ്റ്റ്യൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വെർട്ടിക്കൽ പൈപ്പ് ഉണ്ട്. അതിൻ്റെ അകത്ത് എന്താണ്, ഓയിലാണ് ഫില്ല് ചെയ്തേക്കുന്നത്. ഓയിലിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞേക്കുന്നത് 0.8 ആണ്. ഉള്ളൊരു സ്പെസിഫിക് ഗ്രാവിറ്റി ഉള്ളൊരു ഓയിൽ ഒരു ട്യൂബിനകത്ത് ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ എ എന്നും ബി എന്നും പറയുന്ന 2 പോയിന്റിൽ 2 പ്രഷർ ഗേജസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവിടുത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഡയമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 സെന്റിമീറ്ററും 18 സെന്റിമീറ്ററും ആണ്. എ എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് ബി എക്കാട്ടിലും എത്രയാണ്, 2 മീറ്റർ ഹൈറ്റിലാണ് ഉള്ളത്. പിന്നെ ഇവിടുത്തെ രണ്ടെണ്ണത്തിൻ്റെയും പ്രഷർ എന്ന് പറയുന്നത് എയുടെ പ്രഷർ ബി എക്കാട്ടിലും എത്രയാണ്, 0.981 ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ മുകളിലാണ്. പിന്നെ എന്താണ്, അതിൻ്റെ അകത്ത് ലോസസ് എല്ലാം നെഗ്ലക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് വരുന്ന റേറ്റ് ഓഫ് ഫ്ലോ എന്താണെന്ന് കണ്ടുപിടിക്കാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പം ഇനി രണ്ടാമത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അതിൻ്റെ അകത്ത് രണ്ടിൻ്റെ അകത്തെ പ്രഷർ ഗേജസുകളെല്ലാം നമ്മൾ റീപ്ലേസ് ചെയ്തു. പകരം ഈ സെയിം ട്യൂബ് ഫില്ല് ചെയ്തിരുന്ന ഒരു യൂട്യൂബ് മെർക്കുറി മാനോമീറ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് ലിംസിൻ്റെ അകത്ത് വരുന്ന ഡിഫറൻസ് എത്ര എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഫസ്റ്റ് നമുക്കൊരു ഫിഗർ വരച്ച് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു പൈപ്പ്. ഇതിൻ്റെ അതിനകത്ത് ഇതാണ് ബി എന്ന് പറയുന്ന പോയിന്റ്, ഇതാണ് എ എന്ന് പറയുന്നത്. ബി എന്ന് പറയുന്ന പോയിന്റും എ എന്ന് പറയുന്ന പോയിന്റും തമ്മിലുള്ള ഡിഫറൻസ്, ഹൈറ്റ് ഡിഫറൻസ് എന്ന് പറയുന്നതാണ് എത്രയാണ്, 2 മീറ്റർ. ഓക്കെ, പിന്നെന്താണ്, എയിലെ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ എത്ര ആയിരുന്നു, 16 സെന്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ ബിയിലെ ഡയമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്, 8 സെന്റിമീറ്ററും ആണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഗിവൺ ഡാറ്റാസ് എടുത്തെഴുതാം. എന്തൊക്കെയായിരുന്നു ഗിവൺ ഡാറ്റാസ് തന്നേക്കുന്നത്? ഓക്കെ, എന്തൊക്കെയായിരുന്നു ഗിവൺ ഡാറ്റാസ് തന്നേക്കുന്നത്? ഗിവൺ എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് തന്നേക്കുന്നത് എന്താ, നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്. സ്പെസിഫിക് ഗ്രാവിറ്റിയാണ് തന്നേക്കുന്നത്. ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, എസ് ഈക്വൽ ടു 0.8 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ എന്താണ്, ഡെൻസിറ്റി കണ്ടുപിടിക്കണം. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുന്നത്, ഡെൻസിറ്റി റോ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും വരുന്നത്, എസ് ഇൻറ്റു 1000 ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും ഡെൻസിറ്റി കിട്ടും. എസ് എന്ന് പറയുമ്പോൾ എത്രയാണ്, 0.8 ഇൻറ്റു 1000. അപ്പോൾ എത്ര ആയിരിക്കും വരുന്നത്, 800 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഡെൻസിറ്റി കിട്ടി. ഇനി അടുത്ത എന്താണ് കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് ഡയമീറ്റർ തന്നിട്ടുണ്ട്. എയിലെ ഡയമീറ്റർ എത്രയായിരുന്നു, 16 സെന്റിമീറ്റർ ആണ്. അപ്പോൾ അവിടുത്തെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയ 1 എത്രയായിരുന്നു, A1 എന്ന് പറയുമ്പോൾ എത്രയാണ്, π/4 ഇൻറ്റു 16 സ്ക്വയർ എത്ര ആയിരിക്കും വരിക, എത്രയായിരിക്കും എൻ്റെ ഡയമീറ്റർ വരുന്നത്? നമുക്ക് ആൻസർ മീറ്റർ സ്ക്വയറിലാണ് വേണ്ടത്. അപ്പൊ ഇതിന് എത്ര ആയിരിക്കും വരുന്നത്, 0.16 മീറ്റർ എന്നായിരിക്കും കിട്ടുന്നത്. അപ്പൊ എങ്ങനെയായിരിക്കും ആൻസർ കിട്ടുന്നത്? എത്രയായിരുന്നു, ഏരിയ 1 എന്ന് പറഞ്ഞിട്ട് 0.02101 മീറ്റർ സ്ക്വയർ എന്നാണ്. ഇതിന്റെ അടുത്ത ഡയമീറ്റർ ഓഫ് ബി കണ്ടുപിടിക്കും. എത്രയായിരുന്നു, 8 സെന്റിമീറ്റർ ആണ്. എന്ന് പറഞ്ഞാൽ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്രയാണ്, 0.08 മീറ്റർ എന്നായിരിക്കും കിട്ടുന്നത്. അപ്പൊ എന്തായിരിക്കും അവിടുത്തെ ഏരിയ 2 എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും, π/4 ഇൻറ്റു 8 സ്ക്വയർ, സോറി 0.08 സ്ക്വയർ. അപ്പൊ എത്രയായിരിക്കും വാല്യൂ കിട്ടുന്നത്? ഓക്കെ, കിട്ടിയ ആൻസർ എന്ന് പറയുമ്പോൾ 0.005026 മീറ്റർ സ്ക്വയർ എന്നാണ് കിട്ടിയേക്കുന്നത്. ഈ രണ്ട് വാല്യൂസും കിട്ടിയല്ലോ എല്ലാവർക്കും. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ ക്വസ്റ്റിനകത്ത് എന്തായിരുന്നു പറഞ്ഞേക്കുന്നത്, ഇവിടെ നോക്കിക്കേ. നമ്മളോട് പിന്നെ പറഞ്ഞേക്കുന്നത് എന്താണ്,
the pressure gauges readings have shown that pressure at B is greater than A by 0.981 Newton per centimeter. അതായത് ബിയിലെ പ്രഷർ എന്ന് പറയുന്നത് എയിലേക്കാട്ടിലും എത്രയാണ് 0.981 ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ എന്താ പറയും, ഡിഫറൻസ് ഓഫ് പ്രഷർ ആണ് നമുക്ക് അവിടുന്ന് കിട്ടുന്നത്. ഓഫ് പ്രഷർ അതായത് എന്തായിരുന്നു, പി ബി മൈനസ് പി എ എന്ന് പറയുന്നതിന്റെ ഡിഫറൻസ് ആണ് നമുക്ക് തന്നത് 0.981 ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതിനെ നമ്മൾ എന്താണ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്ര ആയിരിക്കും വരുന്നത്, 0.981 ഇൻറ്റു 10⁴. ഇപ്പൊ എത്ര ആയിരിക്കും വരുന്നത്, 9810 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഇനി അടുത്ത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻസ് ഓഫ് പ്രഷർ ഹെഡ് കണ്ടുപിടിക്കണം. ഡിഫറൻസ് ഓഫ് പ്രഷർ ഹെഡ്. പ്രഷർ ഹെഡിന്റെ ഇക്വേഷൻ എന്തായിരുന്നു, പി ബി മൈനസ് പി എ ഡിവൈഡഡ് ബൈ റോ ജി എന്ന് പറയുന്നതായിരുന്നു നമ്മുടെ ഇക്വേഷൻ. നമ്മൾ ഇതിന്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എങ്ങനെയായിരിക്കും വരുന്നത്, പി ബി മൈനസ് പി എയുടെ വാല്യൂ 9810 ഡിവൈഡഡ് ബൈ റോയുടെ വാല്യൂ എത്രയാണ് 800 ഇൻറ്റു ജിയുടെ വാല്യൂ 9.81. അപ്പൊ കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 1.25 ആണ് നമുക്കിവിടെ കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇനി ബെർണോളിസ് ഇക്വേഷൻ ഇതിന്റെ അകത്ത് അപ്ലൈ ചെയ്യണം. അതിലെന്താണ് ഇവിടുത്തെ ഡിസ്ചാർജ് എത്ര എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. ഡിസ്ചാർജ് കണ്ടുപിടിക്കുന്ന ആദ്യം നമുക്ക് ഇതിന്റെ അകത്ത് വെലോസിറ്റിയുടെ വാല്യൂ എത്ര എന്ന് പറയണം. വെലോസിറ്റിയുടെ വാല്യൂ കണ്ടുപിടിച്ചാലേ നമുക്ക് ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ ഒക്കത്തെ. എഴുതിക്കോ, അപ്ലൈയിങ് the Bernoullis equation, applying the Bernoullis equation at A and B and taking the reference line passing through the section B, therefore we get, ഇങ്ങനെയാണ് നമ്മുടെ ഈ ഫിഗറിന്റെ അകത്ത് നമുക്ക് ഈ പോയിന്റ് കൂടെ തന്നെയാണ് നമ്മുടെ എന്താണ് സെക്ഷൻ ലൈനും കൂടെ പാസ് ചെയ്യുന്നത്. XX എന്ന് പറയുന്ന ഒരു സെക്ഷൻ ലൈൻ ഇതുവഴിയാണ് പാസ് ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പൊ ഇനി നമുക്ക് എന്താണ് ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. ബെർണോളിസ് ഇക്വേഷൻ എന്തായിരുന്നു, PA divided by rho G plus VA square divided by 2G plus ZA equal to PB divided by rho G plus VB square divided by 2G plus ZB ആയിരുന്നു നമ്മുടെ ഇക്വേഷൻ. ഇപ്പൊ നമ്മൾ എന്താണ് ഇക്വേഷനെ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. എങ്ങനെയാണ്, എന്താണ് PA മൈനസ് PB divided by rho G plus ZA minus ZB equal to VB square divided by 2G minus VA square divided by 2G. ഇനി എഴുതാമല്ലോ. ഇനി എന്നിട്ട് നോക്ക്, നമുക്ക് PA minus PB divided by rho G എന്നുള്ളതിന് നമുക്ക് ഇവിടെ നോക്കിക്കേ, PB minus PA divided by rho G. ഇതിന് ഒരു നെഗറ്റീവ് സൈൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഈ സെയിം ആയിട്ട് വാല്യൂ എഴുതാം, മൈനസ് 1.25. പിന്നെന്താണ് ZAയുടെ വാല്യൂ നോക്കിക്കേ, നമ്മുടെ ഇവിടുത്തെ റെഫറൻസ് ലൈനിൽ നിന്ന് എത്ര ഹൈറ്റിലായിരിക്കും, 2 മീറ്റർ ഹൈറ്റ് ആയിരിക്കും. അപ്പൊ എന്താണ് ZAയുടെ വാല്യൂ എത്രയായിരുന്നു, 2 മീറ്റർ. പിന്നെന്താണ് 2 മീറ്റർ. പിന്നെന്താണ് ZBയുടെ വാല്യൂ എത്ര ആയിരിക്കും, നമുക്ക് അവിടെ റെഫറൻസിൽ തന്നെയാണ് 0 ആയിട്ട് എടുക്കാം, മൈനസ് 0 ഈക്വൽ ടു VB സ്ക്വയർ by 2G minus VA square divided by 2G. ഇത് സബ്സ്ട്രാക്ട് ചെയ്തതിന് ബാക്കി എത്ര കിട്ടും, 0.75 equal to VB square divided by 2G minus VA square divided by 2G എന്ന് പറഞ്ഞ് കിട്ടും. ഇനി നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞ് വിളിക്കാം. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ കണ്ടിന്യൂയിറ്റി ഇക്വേഷൻ ആണ്. ബൈ അപ്ലൈയിങ്
by applying the continuity equation A and B, equation A and B ഇങ്ങനെ ആയിരിക്കും. VA ഇൻറ്റു എന്താണ് A1 AA ഈക്വൽ ടു VB ഇൻറ്റു AB എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം. അപ്പം നമുക്ക് എന്താണ് ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു ടേം വെച്ചിട്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ ക്വസ്റ്റിനകത്ത് നമ്മളോട് പറഞ്ഞെന്തായിരുന്നു? ക്വസ്റ്റിനകത്ത് പറഞ്ഞേക്കുന്നത് റേറ്റ് ഓഫ് ഫ്ലോ കണ്ടുപിടിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ഏതെങ്കിലും ഒരിടത്ത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ഞാനിപ്പോൾ അസ്യൂം ചെയ്യുക VB വെച്ചിട്ട് അങ്ങ് ചെയ്യാൻ പോവാണ്. അപ്പം നമുക്ക് എന്താണ് VBയുടെ ടേംസിൽ VB ഈക്വൽ ടു എന്താണ് VA ഇൻറ്റു AA ഡിവൈഡഡ് ബൈ AB എന്ന് പറഞ്ഞ് എഴുതാം. അപ്പം എന്തായിരുന്നു VA ഇൻറ്റു 5/4 ഇൻറ്റു 0.16 സ്ക്വയർ ഡിവൈഡഡ് ബൈ 5/4 ഇൻറ്റു 0.08 സ്ക്വയർ. അപ്പം ഇനി നമുക്ക് എന്താണ് സോൾവ് ചെയ്ത് വരുമ്പോൾ എങ്ങനെ കിട്ടും? ഈക്വൽ ടു 4VA സ്ക്വയർ എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, നമുക്കിതിനെ ഇക്വേഷൻ നമ്പർ 2 എന്ന് പറയാം. ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ നമ്പർ 2 ഇൻ ഇക്വേഷൻ നമ്പർ 1. അപ്പം എങ്ങനെ വരും? 0.75 ഈക്വൽ ടു VBയുടെ വാല്യൂ എത്രയാണ്? 4VA സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇവിടെ 4VA എന്നേ വരത്തുള്ളൂ കേട്ടോ. 4VA ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2G മൈനസ് VA സ്ക്വയർ ഡിവൈഡഡ് ബൈ 2G. അപ്പം എങ്ങനെയായിരിക്കും വരുന്നത്? 4ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 16VA സ്ക്വയർ ഡിവൈഡഡ് ബൈ 2G മൈനസ് VA സ്ക്വയർ ഡിവൈഡഡ് ബൈ 2G. അപ്പം എങ്ങനെയായിരിക്കും വരുന്നത്? ഈക്വൽ ടു 15VA സ്ക്വയർ ഡിവൈഡഡ് ബൈ 2G. അപ്പം എന്താണ് VA സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര എന്നുള്ളത് കണ്ടുപിടിക്കണം. എങ്ങനെയായിരിക്കും VA സ്ക്വയർ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? 0.75 ഇൻറ്റു 2 ഇൻറ്റു 9.81 ഡിവൈഡഡ് ബൈ 15. ഓക്കെ, അപ്പം VA എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ഇതിനൊരു റൂട്ട് കൂടെ കൊടുക്കണം. 0.75 ഇൻറ്റു 2 ഇൻറ്റു 9.81 ഡിവൈഡഡ് ബൈ 15 എത്ര കിട്ടും? ഓക്കെ, VAയുടെ വാല്യൂ എത്രയായിരുന്നു കിട്ടിയത്? 0.99 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമുക്ക് ആൻസർ കിട്ടിയേക്കുന്നത്. ഓക്കെ, therefore അപ്പം എന്താണ് ക്യൂവിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ Q ഈസ് ഈക്വൽ ടു VA ഇൻറ്റു AA. അപ്പോൾ എത്ര ആയിരിക്കും? VAയുടെ വാല്യൂ 0.99 ഇൻറ്റു AA എന്ന് പറയുമ്പോൾ എത്രയായിരുന്നു? 0.0201 വരും. അപ്പം അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എത്ര ആയിരിക്കും വാല്യൂ കിട്ടുന്നത്? അത്രയും മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ് ആൻസർ. ഓക്കെ, ആൻസർ എത്ര കിട്ടിയെന്ന് പറഞ്ഞാൽ 0.01989 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഇതാണ് നമുക്ക് ആൻസർ കിട്ടിയേക്കുന്നത്. ഓക്കെ, എല്ലാവർക്കും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഞാൻ സെക്കൻഡ് പാർട്ടിനെ നമുക്കിന്ന് ചെയ്യാം. ഇനി അടുത്ത സെക്കൻഡ് പാർട്ട്. എന്തായിരുന്നു സെക്കൻഡ് പാർട്ട് നമ്മളോട് പറഞ്ഞത്? ക്വസ്റ്റ്യൻ നോക്കിക്കുക എല്ലാവരും. നമ്മുടെ അവിടുത്തെ ആ പ്രഷർ ഗേജ് മാറ്റി വെച്ചിട്ട് പകരം എന്തായിരുന്നു അവിടെ ആയിട്ട് എന്താ ഒരു യൂട്യൂബ് മാനോമീറ്റർ ആണ് നമുക്ക് കണക്ട് ചെയ്തിരുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ ഒരു ഫിഗർ വരച്ചു നോക്കാം. മുമ്പത്തെ ഫിഗർ പോലെ തന്നെയാണ്. ഇങ്ങനെയാണ് വന്നേക്കുന്നത്. അപ്പം എന്തായിരിക്കും ഇവിടുത്തെ പോയിന്റ് കൊണ്ട് ഈ പോയിന്റിൽ നിന്ന് നമുക്ക് എന്തായിരുന്നു ഒരു യൂട്യൂബ് മാനോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്താണ് ഇങ്ങനെ ഒരു യൂട്യൂബ് മാനോമീറ്റർ ഉണ്ട്. നമ്മളെന്താ എയിലും ബി എന്നും പറയുന്ന പോയിന്റിൽ നമ്മളൊരു യൂട്യൂബ് മാനോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ കണക്ട് ചെയ്തേക്കുന്ന യൂട്യൂബ് മാനോമീറ്ററിന്റെ ലെവൽ ഡിഫറൻസിന് വന്നേക്കുന്ന ഡിസ്റ്റൻസിനെ ഞാൻ അസ്യൂം ചെയ്യുവാണ് ഒരു എക്സ് എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ് ആയിട്ട്. ഓക്കെ, ഈ ലെവൽ ഡിഫറൻസ് വന്നേക്കുന്ന എത്ര എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിച്ചേക്കുന്നത്. ഓക്കെ, അങ്ങനെയല്ലേ ക്വസ്റ്റിനകത്ത് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇപ്പം നമുക്ക് എന്താണ് എഴുതുവാണ്, നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ് ഡിഫറൻസ് ഓഫ് ലെവൽ ഓഫ് മെർക്കുറി ഇൻ
മെർക്കുറി ഇൻ യൂട്യൂബ്. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം എഴുതുക, ലെറ്റ് സ്മോൾ ലെറ്റർ എച്ച് എന്ന് പറയുന്നത് എന്താണ്? വിത്ത് ഡിഫറൻസ് ഓഫ് മെർക്കുറി ലെവൽ. ഡിഫറൻസ് ഓഫ് മെർക്കുറി ലെവൽ. അപ്പൊ നമുക്ക് എച്ചിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? എച്ച് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു എസ് ഹെവിയർ ഡിവൈഡഡ് ബൈ എസ് മൈനസ് 1. ഓക്കെ, ഇങ്ങനെ ആയിരുന്നല്ലോ ഇക്വേഷന്. നമുക്ക് എന്തായിരുന്നു? എസ് എല്ലിന്റെ എൽ എന്ന് പറയുമ്പോൾ ഏതായിരുന്നു? എസ് എൽ എന്ന് പറയുമ്പോൾ എന്താണ്? മെർക്കുറിയാണ്. മെർക്കുറിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്തായിരുന്നു? 13.6. എന്താണ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മെർക്കുറി? മെർക്കുറി എച്ച് ജി എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിനോട്ട് ചെയ്യാം. എസ് എന്ന് പറയുമ്പോൾ ഏതായിരുന്നു? 0.8, നമ്മുടെ ഓയിലിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി. ഓക്കെ, ഇനി നമുക്ക് എന്താണ്? എക്സിന്റെ വാല്യൂ അറിയത്തില്ല, എച്ചിന്റെ വാല്യൂ അറിയത്തില്ല. നമ്മൾ പഠിച്ചായിരുന്നു എച്ച് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ഒരു വെർട്ടിക്കൽ മാനോമീറ്ററിന്റെ പി എ ഡിവൈഡഡ് ബൈ റോ ജി പ്ലസ് ഇസഡ് എ മൈനസ് പി ബി ഡിവൈഡഡ് ബൈ റോ ജി പ്ലസ് ഇസഡ് ബി ആണ്. നമ്മൾ എന്താണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഡെറിവേവ് ചെയ്തപ്പോൾ പഠിച്ചായിരുന്നു. അപ്പം നമുക്ക് എന്താണ്? ഇതിൻ്റെ അത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. പി എ ഡിവൈഡഡ് ബൈ റോ ജി മൈനസ് പി ബി ഡിവൈഡഡ് ബൈ റോ ജി പ്ലസ് ഇസഡ് എ മൈനസ് ഇസഡ് ബി നമുക്ക് എഴുതാമല്ലോ. ഇതിന്റെ വാല്യൂസ് എങ്ങനെയാണ് നമുക്കറിയാമല്ലോ. പി എ മൈനസ് പി ബി ബൈ റോ ജി പ്ലസ് ഇസഡ് എ മൈനസ് ഇസഡ് ബി. ഇപ്പൊ എന്തായിരുന്നു? പി എ മൈനസ് പി ബിയുടെ വാല്യൂ എത്രയായിരുന്നു? മൈനസ് 1.25 പ്ലസ് ഇസഡ് എയുടെ വാല്യൂ എത്രയാണ്? 2 മീറ്റർ. മറ്റേ ഇസഡ് ബിയുടെ വാല്യൂ 0. അപ്പൊ നമുക്ക് എത്രയായിരുന്നു വാല്യൂ ഇട്ട്? 0.75 മീറ്റർ നമുക്ക് വാല്യൂ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ 75 അപ്പൊ എന്താണ് നമ്മുടെ ഇക്വേഷൻ? അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എച്ച് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു എസ് എൽ ഡിവൈഡഡ് ബൈ എസ് മൈനസ് 1. അപ്പൊ എന്താണ്? 0.75 ഈക്വൽ ടു എക്സ് ഇൻറ്റു എത്രയാണ്? 13.6 ഡിവൈഡഡ് ബൈ 0.8 മൈനസ് 1. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എക്സിന്റെ വാല്യൂ എത്ര കിട്ടും? എക്സ് ഈക്വൽ ടു എത്ര കിട്ടും? നോക്കിക്കേ, എത്ര മീറ്റർ കിട്ടും എന്നുള്ളത് പറയാം. ഹലോ, എന്താ മേഘേ? എനിക്കറിയാം, വന്നിട്ടുണ്ടായിരിക്കടാ. നിങ്ങളെ വന്ന് കാണാൻ സാധ്യതയുണ്ട്. എനിക്കറിയത്തില്ല, ഇപ്പൊ ഞാൻ നോക്കിയില്ല. എന്നാ അവള് പറഞ്ഞു നിങ്ങളോട് വന്നിട്ടുണ്ടെന്ന്? അങ്ങനെയാണെങ്കിൽ കിട്ടും. നീ ഇതിലിപ്പോ നീ നാളത്തെ ദിവസം ചെന്ന് മേടിക്കുന്നതല്ലേടി? ഇപ്പൊ ഞാൻ ക്ലാസ് എടുത്തോണ്ടിരിക്കുക പിള്ളേർക്ക്. ഓക്കെ. PDF ആയിട്ടല്ലടാ അയക്കണ്ട, അതിൻ്റെ അകത്ത് തന്നെ എഴുതിയിട്ട് വേണം അയക്കണ്ടേ, കേട്ടോ? അതിൽ നിന്റെ ഫുൾ ഡീറ്റെയിൽസും എല്ലാം വെക്കണം. നിന്റെ പേര്, വീട്ട് അഡ്രസ്സ്, പിന്നെ സബ്ജക്റ്റും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ട് വേണം ചെയ്യാൻ, കേട്ടോ? രജിസ്റ്റർ നമ്പറും ഒക്കെ കൊടുക്കണം. ഇന്ന സെമിസ്റ്റർ പഠിച്ചിരുന്നതാണ്, അതിന്റെ കൺസോൾട്ടേറ്റ് ഇത് വേണമെന്നൊക്കെ പറഞ്ഞ് കൊടുക്കണം. ഞാനിപ്പോൾ ക്ലാസ് എടുത്തോണ്ടിരിക്കാം, പിന്നെ വിളിക്കാം. നോക്കിയോ എത്ര കിട്ടി എക്സിന്റെ വാല്യൂ? എത്ര കിട്ടി എക്സിന്റെ വാല്യൂ? 4. അമൽജിത്ത് മിസ്സേ
നീ എവിടെയായിരുന്നു എത്ര നേരം? കറണ്ട് ഇല്ലായിരുന്നു. സോറി. നെക്സ്റ്റ് ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യും. അതിന്റെ പേരാണ് ഒറിഫൈസ് മീറ്റർ അല്ലെങ്കിൽ ഒറിഫൈസ് പ്ലേറ്റ്. ഈ ഫിഗറിൽ കാണുന്നതാണ് ഈ ഒറിഫൈസ് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ എന്താണ് വെഞ്ചൂരി മീറ്റർ യൂസ് ചെയ്തതെന്ന് പറയുമ്പോൾ എന്തായിരുന്നു, നമ്മൾക്ക് അതിൻ്റെ അകത്ത് എന്തായിരുന്നു 3 പാർട്ടായിരുന്നു ഉണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു ആ പാർട്സ്? ഒന്നെന്ന് പറഞ്ഞ് ഒരു കൺവേർജിങ് സോൺ ഉണ്ടായിരുന്നു, പിന്നെ എന്താണ് ത്രോട്ട് ഉണ്ടായിരുന്നു, ഒരു ഡൈവേർജിങ് സോൺ ഉണ്ടായിരുന്നു. നമ്മുടെ ഈ വെഞ്ചൂരി മീറ്റർ ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് പൈപ്പിന്റെ അകത്തൂടെ വാട്ടർ ഫ്ലോ ചെയ്യുന്നതിന്റെയൊക്കെ ഡിസ്ചാർജ് ഒക്കെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കുറച്ച് എക്സ്പെൻസീവാ. ആ ഇൻസ്ട്രുമെന്റിന് തന്നെ നമുക്ക് എന്താണ് വില കൂടുതലായിരിക്കും. അപ്പൊ അതിനേക്കാളും വില കുറഞ്ഞ്, അപ്പൊ എന്താണ് ഇത്ര എക്സ്പെൻസീവ് വരുമ്പോൾ അവരെന്താണ് കുറച്ചുകൂടെ വില കുറഞ്ഞ ഒരു സാധനം അവർ കണ്ടുപിടിക്കാൻ നോക്കി. അങ്ങനെ ഉള്ളതാണ് ഒറിഫൈസ് മീറ്റർ എന്ന് പറയുന്നത്. ഒറിഫൈസ് മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു പ്ലേറ്റ് ആണ്. ആ പ്ലേറ്റിന്റെ അകത്ത് എന്തുവാണ് ഒരു ചെറിയൊരു ഓപ്പണിംഗ് വരുന്ന ഒരു പ്ലേറ്റിനെയാണ് നമ്മൾ ഒറിഫൈസ് മീറ്റർ എന്ന് പറയുന്നത്. വെഞ്ചൂരി മീറ്റർ വെച്ചിട്ട് വലിയൊരു പൈപ്പ് എടുക്കുമ്പോൾ നമ്മൾ എന്താണ് ആ പൈപ്പിന്റെ അകത്ത് നമുക്ക് എന്താണ് വെഞ്ചൂരി മീറ്റർ കണക്ട് ചെയ്ത് നമുക്ക് എന്തായിരിക്കും അതിന്റെ ഡിസ്ചാർജ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇനിയിപ്പം നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം വെഞ്ചൂരി മീറ്ററിനെയൊക്കെ വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഒരുപാട് കാശല്ല. വെഞ്ചൂരി മീറ്ററിന്റെ പൈപ്പിനെ നിങ്ങൾ കണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം ഫിഗർ കാണിച്ചപ്പം. വലിയ പൈപ്പായിരുന്നു. അതിൻ്റെ അകത്ത് എന്താണ് കൺവേർജിങ് ചെയ്യണം, ഡൈവേർജിങ് ഒക്കെ ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ ഒരുപാട് കാശൊക്കെ നമുക്ക് ലോസ് വരും. അപ്പൊ എന്താണ് നമ്മളപ്പോൾ അതിനേക്കാളും ചെറിയ കുറച്ചുകൂടെ ചീപ്പായിട്ടുള്ളൊരു ഇൻസ്ട്രുമെന്റ് നമുക്ക് എന്താണ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ ഒറിഫൈസ് മീറ്റർ. ഒറിഫൈസ് മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു സിമ്പിളാണ്. നമ്മളിപ്പോ ഇങ്ങനെ ഒരു പൈപ്പ് പോവാന്ന് വെച്ചോ. ഈ ഫിഗർ ഒന്നും കണ്ട് നിങ്ങൾ ജെട്ടൊന്നും വേണ്ട. ഇപ്പൊ ഇങ്ങനെ ഒരു പൈപ്പിന്റെ അകത്ത് പൈപ്പ് പോകുന്നുണ്ട്. ഇപ്പൊ നോക്കിക്കേ, ഞാൻ ഇതിന്റെ ഇടയ്ക്കായിട്ട് ഒരു പ്ലേറ്റ് വെച്ചു ഇങ്ങനെ. ഓക്കെ, ഇങ്ങനെ ഒരു പ്ലേറ്റ് വെക്കുമ്പോൾ എന്തായിരിക്കും ഇത്രയും ഇടത്തൂടെ വന്ന വെള്ളം എന്താണ് പിന്നെ ഈ ചെറിയൊരു പോർഷനിൽ കൂടെ അല്ലേ കയറി പോകേണ്ടത് വരുന്നത്. അങ്ങനെ ആയിരിക്കുമല്ലോ. അങ്ങനെ അപ്പൊ എന്താണ് ഇവിടുത്തെ നമുക്ക് എന്താണ് ഇവിടെ നമുക്ക് എന്താണ് രണ്ടൊരു പ്രഷർ ഡിഫറൻസ് ഇത് വന്നായിരുന്നല്ലോ, 2 ഡയമീറ്റർ തന്നെ വ്യത്യാസം വന്നു. അപ്പൊ എന്താണ് ഇവിടുത്തെ വെലോസിറ്റി ആയിരിക്കത്തില്ല, ഇവിടെ വെലോസിറ്റി വരുന്നു. അപ്പൊ നമുക്ക് എന്താണ് ഇവിടെ നമുക്ക് എന്താണ് ആ വെഞ്ചൂരി മീറ്ററിനെ പോലെ തന്നെ ആയിരിക്കും. അപ്പൊ ഇവിടെ വരുന്ന വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന വെള്ളം എങ്ങനെ ആയിരിക്കും പോവുക? ഇങ്ങനെ ആയിരിക്കും വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ആയിരിക്കും ഇവിടെ വരുമ്പോ പോകുന്നത്. എന്തായാലും എന്താണ് ഇങ്ങനത്തെ ഒരു പാത്തെടുത്തായിരിക്കുമല്ലോ പോകുന്നത്. നോക്ക്, ഇങ്ങനെ ഒരു പാത്തായിരിക്കുമല്ലോ വെള്ളം എടുക്കുന്നത്. എന്താണ് ഇവിടെ വന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടി ചെറുതായിട്ടൊന്ന് മാറി ഈ ഒരു പാത്തിലായിരിക്കും വെള്ളം പോകുന്നത്. ഇവിടെ നോക്കിക്കേ, നമ്മൾ കുറച്ചുകൂടെ എക്സ്പെൻസീവ് കുറച്ചിട്ട് കാശ് കുറച്ചിട്ട് നമ്മൾ എന്താണ് ഇവിടെ നമുക്ക് എന്താണ് ഒരു കൺവേർജ് ചെയ്തു, പിന്നെ ചെറിയൊരു ത്രോട്ട് ഫോം ചെയ്തു, പിന്നെ നമുക്ക് എന്താണ് ഡൈവേർജ് ചെയ്തും പോയി. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും നമുക്ക് പോകുന്നത്. അപ്പൊ എന്താണ് ഇവിടെ ഇടയ്ക്ക് ഒരു പ്ലേറ്റ് വെച്ചപ്പോൾ എന്താണ് ഇത്രയും വന്നു. മുമ്പത്തെ പോലെ നമുക്ക് വലിയ ഒരു ഇൻസ്ട്രുമെന്റ് ഒരു വലിയൊരു മീറ്റർ തന്നെ അവിടെ കൊണ്ടുവെക്കേണ്ട വന്നില്ലല്ലോ. കൺവേർജിങ് ഡൈവേർജിങ് ഒക്കെ ഉള്ളവരണം വേണ്ടി വന്നു. നമുക്ക് ഇവിടെ എന്താ ചെറിയൊരു പ്ലേറ്റ് തന്നെ നമ്മൾ ഇൻസേർട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ പൈപ്പിന്റെ അകത്ത് കൺവേർജന്റ് ഡൈവേർജന്റ് എല്ലാം വന്നു. ഇതിനെ ആയിരിക്കും നമ്മൾ ഒറിഫൈസ് മീറ്റർ എന്ന് പറയുന്നത്. ഇപ്പൊ മനസ്സിലായിക്കോണല്ലോ എന്താണ് ഒറിഫൈസ് മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒറിഫൈസ് മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും ഒരു ചീപ്പസ്റ്റ് ഡിവൈസ് ആണ് കമ്പയർ ടു വെഞ്ചൂരി മീറ്റർ. ഓക്കെ, എഴുതിക്കോ ഫസ്റ്റ് പോയിന്റ് ആയിട്ട്. ഫസ്റ്റ് പോയിന്റ് എഴുതിക്കോ, ചീപ്പസ്റ്റ് device compared to cheapest device as compared to വെഞ്ചൂരി മീറ്റർ. വെഞ്ചൂരി മീറ്ററിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്തായിരിക്കും ഒരു ചീപ്പർ ഡിവൈസ് ആണ്. ഇതെന്തിനായിരിക്കും യൂസ് ചെയ്യുന്നത്? അടുത്തത് നമ്മൾ എന്തിനായിരുന്നു യൂസ് ചെയ്യുന്നത്? വെഞ്ചൂരി മീറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ. അപ്പൊ ഇതും എന്തായിരിക്കും ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ. അല്ലെങ്കിൽ ഡിസ്ചാർജിന്റെ വേറൊരു പേര് എന്താണ്? റേറ്റ് ഓഫ് ഫ്ലോ. ഡിവൈസ് used to measure the rate of flow of a fluid through a pipe. Okay.
പിന്നെ ഇനി അടുത്ത എന്താണ്, നമ്മൾ എന്തിനാണ് വെഞ്ചുരിമീറ്ററിനെക്കാട്ടിലും ചീപ്പസ്റ്റ് ആണെന്ന് പറഞ്ഞു. പിന്നെ ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞു. പിന്നെ ഇതിന്റെ അകത്ത് അടുത്ത പറയേണ്ടത് എന്താണ്, ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ് പറയേണ്ടത്. ഇതിന്റെ അടുത്ത് എന്താണ്, വർക്ക്സ് ഓൺ ദ ബെർണോളിസ് പ്രിൻസിപ്പിൾ. ഓക്കെ, 3 കാര്യങ്ങൾ പഠിച്ചല്ലോ. എന്തൊക്കെയായിരുന്നു? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെഞ്ചുരിമീറ്ററിനെക്കാളും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ്. പിന്നെ ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഫ്ലൂയിഡ് ത്രൂ എ പൈപ്പ് ആണ്. പിന്നെ എന്താണ് ഇത് യൂസ് ചെയ്യുന്നത്? വർക്ക്സ് ഓൺ ദ ബെർണോളിസ് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് എന്തൊക്കെയോ ഉണ്ടെന്നാണ് നമുക്ക് പറയുന്നത്. നമുക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഞാനൊരു പ്ലേറ്റ് വെച്ചെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എഴുതിക്കോളാം, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ flat circular plate which has a circular shaped edged hole called orifice, which is concentric, with the pipe. ഇത് എഴുതി കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഫുള്ളായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇത്രയാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, എന്താണ് പറഞ്ഞേക്കുന്നത്? ഒരു ഫ്ലാറ്റ് സർക്കുലർ പ്ലേറ്റ് ആണ്. ഇതിനെ നമുക്കിപ്പോൾ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ നമ്മുടെ പൈപ്പ് എന്ന് പറയുന്നത് ഇതാണ്ട് ഇങ്ങനെയാണ് പൈപ്പ് പോകുന്നതെന്ന് വെക്കാം. എന്തായിരിക്കും ഈ പൈപ്പിന്റെ അകത്ത് ഇങ്ങനെ വെച്ചേക്കുന്ന ഒരു പ്ലേറ്റ് ആണ് നമ്മുടെ വരുന്നത്. ഇതിന്റെ നടുക്കായിട്ട് എന്തായിരിക്കും, ഒരു ഹോള് കാണും. ഇങ്ങനെ ഒരു പ്ലേറ്റ് കാണും. ആ പ്ലേറ്റ് നടുക്ക് ഒരു ഹോൾ വരും. ആ ഹോൾ എന്ന് പറയുമ്പോൾ എന്താണ്, അകത്തോട്ട് ഒരു കോൺസെൻട്രിക് ആയിട്ട് വരുന്ന ഒരു പ്ലേറ്റ് ആണ്. അതിനെ വിളിക്കുന്ന പേരാണ് എന്താണ്, ഒറിഫൈസ് എന്ന് പറയുന്നത്. ഞാൻ ഇന്ന് ഫിഗർ നല്ലതായിട്ട് വരച്ചുതരാം. ആ ഫിഗർ വരച്ചെടുത്താൽ മതി. ഓക്കെ, നമുക്കൊരു ഫിഗർ വരയ്ക്കേണ്ടേ. എല്ലാവരും ഈ ഫിഗർ ഒന്ന് വരച്ചെടുത്തേ. ഓക്കെ, ഇതെല്ലാം മാർക്ക് ചെയ്യുക കേട്ടോ. ഫിഗർ ഒന്ന് വരച്ചെടുക്കാം. നമുക്ക് ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഓക്കെ.